നമസ്കാരം, അമൃതാണ്. നമ്മൾ ഫ്ലിപ്കാർട്ടിൻ്റെ ഓഫറൊക്കെ കണ്ടിട്ട് 2 മെത്ത വാങ്ങിച്ചു. ഇതിനകത്ത് സൈസ് വന്നിട്ട് 75x48, 75 ലെങ്ത്ത്, 48 വിഡ്ത്ത്, ഹൈറ്റ് 5 ഇഞ്ച്. അപ്പോൾ ഇത്രയുമുള്ള സാധനം അതിനെ പ്രസ് ചെയ്ത് വളരെ ചെറുതാക്കി ഇതിനകത്ത് ഇങ്ങനെ ഇത് അടിക്കുന്ന കാണാം നമുക്ക് ഇതുവഴി. അപ്പോൾ 2 ലെയർ 2 മടക്കാക്കി ഇതിനകത്ത് പ്രസ് ചെയ്ത് 2 മടക്കാക്കി ഇതിനകത്ത് വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. ഫോം ബെഡാണ്, ഫോം മാട്രസ്സാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇത്രയും പ്രസ് ചെയ്ത് വെക്കാൻ കഴിയുന്നത്. ഈ ഒരു സാധനം നമുക്ക് കിട്ടിയ ഉടൻ തന്നെ റിവ്യൂ ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. കാരണം ഇതിട്ട് കിടന്ന് നോക്കിയാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ചൈനീസ് കത്തി അൺബോക്സ് ചെയ്യാം. ഇതിൻ്റെ കോസ്റ്റ് വന്നിട്ട് 6089 ആയിരുന്നു. എളുപ്പത്തിൽ കിടന്ന് പെട്ടെന്ന് റിവ്യൂ ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. പക്ഷേ എനിക്കിതിൻ്റെ ഒരു എത്ര ഫോം ആണെന്നുണ്ടെങ്കിൽ ഇത്രയും ഇതായിട്ട് പ്രസ് ചെയ്തിരിക്കുന്നതാണ് മനസ്സിലാകാത്തത്. ഓ യെസ്, ഇത്രയും ടൈറ്റ്ലി ഞെരുക്കി പാക്ക് ചെയ്തിരിക്കുക. രണ്ടും സെയിം തന്നെയാണ്. നമുക്കൊന്ന് റിവ്യൂ ചെയ്താൽ മതി. ഇതിൻ്റെ വെയിറ്റ് അപ്രോക്സിമേറ്റ്ലി നല്ല വെയിറ്റ് ഉണ്ട്. 10 കിലോ അടുപ്പിച്ച് വെയിറ്റ് വരുമെന്ന് എനിക്ക് തോന്നുന്നു. നമുക്കല്ലേ ബോക്സ് അങ്ങ് പിടിച്ചാൽ ബോക്സ് അങ്ങോട്ട് വലിക്കും. ബോക്സ് മാത്രം വലിക്കടാ. വരും 2 വലിക്കേ. ഓക്കെ, ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി നമുക്ക് ഇതും കൂടെ അൺപാക്ക് ചെയ്യാം. ഇത് അൺപാക്ക് ചെയ്താൽ ചിലപ്പോൾ ഇത് ഉടൻ തന്നെ അങ്ങ് വലുതാവുമായിരിക്കും. യെസ്, ഇത്ര ടൈറ്റ്ലി അവർ പാക്ക് ചെയ്തിരിക്കുക. കട്ട് ഹിയർ വിത്ത് ദ സേഫ്റ്റി കട്ടർ പ്രൊവൈഡഡ് ഇൻ ദ എൻവലപ്പ്. ഇതിൻ്റെ കൂടെ ഒരു സേഫ്റ്റി കട്ടറുണ്ട്. യെസ്, ഇതാണ് ഇതിൻ്റെ കട്ടർ. റിവേഴ്സിബിൾ മാട്രസ്. നമുക്ക് ഇതിൻ്റെ ഓപ്പണിങ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് പെട്ടെന്നായിരിക്കും ഒന്ന് നിവർന്ന് വരുന്നത്. സോ അൺബോക്സ് ചെയ്തെടുത്തു. ഇനി അൺറോൾ, പ്ലേസ് ദ മാട്രസ് ഓൺ ദ ബെഡ് ആൻഡ് ഹാവ് ഇറ്റ് റോൾ ഔട്ട്. അപ്പോൾ റോൾ ഔട്ട് ആയാലും ഇതിനകത്തൊരു വാക്വം പ്രസ്ഡ് ആണിത്. എന്നിട്ട് അൺകവർ, കട്ട് ഓഫ് ദ പ്ലാസ്റ്റിക് കവർ വിത്ത് ദ പ്രൊവൈഡഡ് സേഫ്റ്റി കട്ടർ. Then allow the mattress to expand fully. Great sleep awaits you. Welcome. Terms and conditions. ഓക്കെ, ഇങ്ങനെ നമുക്ക് വാറണ്ടി രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ ഈ കട്ടർ വെച്ച് തുറക്കേണ്ടത് ഇതിൻ്റെ ഈ സേഫ്റ്റി, അതായത് അകത്തുള്ള പ്രസ് ചെയ്തിരിക്കുന്നത് തുറക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതൊക്കെ നമുക്കിത് വെച്ച് തന്നെ ഓപ്പൺ ചെയ്യാം. അപ്പോൾ സേഫ്റ്റി കട്ടർ വെച്ച് തന്നെ കട്ട് ചെയ്യേണ്ടത്. സേഫ്റ്റി കട്ടർ നമുക്ക് അൺപാക്ക് ചെയ്തെടുക്കാം. യെസ്, പണി കിട്ടി. ഇത് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഒരു ചെറിയ ഡാമേജ് വന്നു. ഇവരിങ്ങനെ കട്ട് ഹിയർ എന്ന് പറഞ്ഞിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മളത് അറിയാതെ ഇതങ്ങടുത്ത് പ്രസ് ചെയ്ത് കൊടുക്കും. ഇതിൻ്റെ ഒരു പ്രൊട്ടക്റ്റീവ് കവറിങ് ആണെന്നാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. പെട്ടെന്ന് ഞാനതെടുത്ത് പ്രസ് ചെയ്ത് കൊടുത്തപ്പോഴത്തേക്ക് വളരെ സോഫ്റ്റാണ്. ജസ്റ്റ് അങ്ങ് പെട്ടെന്ന് അങ്ങ് ഇൻസേർട്ടായി ചെറുതായിട്ടൊന്ന് ടിയറായിപ്പോയി. യെസ്, ഇത് ഓപ്പണായി വരിക. കീറിയിരിക്കുന്നത് അത് അച്ചാച്ചി ഇപ്പോൾ കട്ട് ചെയ്തപ്പോൾ കീറിയത്. ഇതിലൊരു ചെറിയ വാണിംഗ് എങ്കിലും ഒരു കൊടുക്കേണ്ടതാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ ഒരു പ്രൊട്ടക്റ്റീവ് കവറാണെന്ന് വിചാരിച്ച് പെട്ടെന്ന് വെച്ച് കുത്തു കൊടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് ഇപ്പോൾ ഞാൻ ചെയ്ത കണക്കുള്ളൊരു മണ്ടത്തരത്തിന് സാധ്യതയുണ്ട്. യെസ്, അപ്പോൾ ഇതാണ് ഇതിൻ്റെ 2 സൈഡ്സ് ഉണ്ട്. ഒന്ന് സോഫ്റ്റർ സൈഡും ഒന്ന് ഇതിൻ്റെ ഫേമർ സൈഡും. നമ്മളിപ്പോൾ ഫേമർ സൈഡാണ് ഇട്ടിരിക്കുന്നത്. ഫേമർ സൈഡിൻ്റെ ഒരു പ്രത്യേകത കുറച്ച് ഫേമാണ്, പക്ഷേ എങ്കിലും വളരെ ടഫല്ല. ഫേമും സോഫ്റ്റുമായിട്ട് വലിയൊരു വ്യത്യാസമൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. കാരണം ഫേമർ സൈഡും അത്യാവശ്യം നല്ല സോഫ്റ്റാണ്. പക്ഷേ എങ്കിലും ഒരു ഓവറോൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കിടക്കുമ്പോൾ അങ്ങ് കുഴിഞ്ഞു പോകണം എനിക്ക് ഫീൽ ചെയ്യത്തില്ല. അതേസമയം സോഫ്റ്റർ സൈഡ് ഇടുമ്പോഴത്തേക്ക് വളരെ പെട്ടെന്ന് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ വ്യത്യാസം. ഇവിടെ കുറച്ച് ടഫാണ്, അവിടെ ഈ സൈഡ് കുറച്ച് സോഫ്റ്റുമാണ്. നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അറിയാം എൻ്റെ ആ ഒരു വ്യത്യാസം നല്ലതുപോലെ. ആദ്യം പൊട്ടിച്ചതിൻ്റെ ആ സോഫ്റ്റർ സൈഡിലാണ് പ്രശ്നം പറ്റിയത്. ഇവിടെയാണ് ടിയറായിപ്പോയി, നല്ലപോലെ താന്നുപോയി, ഒത്തിരി താന്നു. അപ്പോൾ അത് വളരെ കെയർഫുൾ ആയിരിക്കണം. അതുകൊണ്ടാണ് ഞാനിതിപ്പോൾ എടുത്ത് കാണിക്കുന്നത്. ഇത്തരത്തിൽ ടിയർ വരാനുള്ള സാധ്യതയുണ്ട്. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് വളരെ കെയർഫുൾ ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് എടുത്ത് വീണ്ടും സ്പോട്ട് ചെയ്ത് കാണിക്കുന്നത്. നമ്മൾ ഇത്തരത്തിലുള്ള മാട്രസ് വാങ്ങിക്കുമ്പോൾ കുറച്ച് കെയർഫുൾ ആയിരിക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള മണ്ടത്തരം പറ്റും. മാട്രസ് നല്ല കംഫർട്ടബിളാണ്. പക്ഷേ ഡ്യൂറോഫ്ലെക്സുകാരോട് റിവ്യൂവിനോടൊപ്പം പറയാനുള്ളൊരു കാര്യമുണ്ട്. അതിനകത്തൊരു ഹാൻഡിൽ വിത്ത് കെയർ എന്ന അല്ലെങ്കിൽ ഒരു വാണിംഗ് മെസ്സേജും കൂടെ അതിനകത്ത് ടിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്രത്തോളം ശ്രദ്ധിക്കും. ഇല്ലെങ്കിൽ ഇത് എങ്ങനെ പാക്ക് ചെയ്തിരിക്കുന്നു, ഇതിനകത്ത് എന്തൊക്കെ ഉണ്ട് എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. ഇപ്പം ഞാനത് അല്ലെങ്കിൽ ആ ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഒരു ചെറിയ കുഴപ്പമായിരിക്കാം. എടുത്തിട്ട് കാണിക്കാം. അതിൻ്റെ മറ്റേ ബാക്കിൽ പിടി.
വലിക്കും, അങ്ങോട്ട് വലിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ കാണുമ്പോഴത്തേക്ക് കട്ട് ഹിയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെ സ്വാഭാവികമായിട്ട് ഇത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ മെത്തേഡ് ഒരു ലെയറാണ്. ഇങ്ങനെ നമ്മൾ എടുത്ത് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കും. പക്ഷേ ഇത് വളരെ കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ പണി കിട്ടും. അപ്പോൾ ഇങ്ങനെ വേണം ചെയ്യാൻ. ഞാൻ നേരത്തെ എടുത്ത് ചെറുതായിട്ടൊന്ന് കുത്തിയപ്പോഴത്തേക്ക് ഇത് അതിൽ കൂടെ ഞാൻ കയറി. ഇപ്പോൾ ഞാൻ പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ ഇതും ഒരു അഡീഷണൽ കവറിങ് ആണെന്നാണ് എനിക്ക് തോന്നിയത്. ഇത് നമ്മളിങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഉള്ളിലോട്ട് കയറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് ഈ പാക്കിങ്ങിൽ ഒത്തിരി ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും അകത്തായിപ്പോയോ എന്നൊരു സംശയം. ഇല്ല, കുഴപ്പമില്ല, അപ്പോൾ കറക്റ്റാണ്. അപ്പോൾ ഇത് പ്രോപ്പർലി കട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഡിസൈനിലാണ് ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എങ്കിലും ശ്രദ്ധിക്കത്തില്ല. നമ്മൾ ചിലപ്പോൾ എടുത്ത് കുത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കയറിപ്പോയി. എനിക്ക് ചെറുതായിട്ട് ആദ്യം ഓപ്പൺ ചെയ്തതിൽ ചെറുതായിട്ടൊന്ന് കയറിപ്പോയായിരുന്നു, അകത്ത് കയറി കൊണ്ടു. അപ്പോൾ അത് വാറണ്ടിയൊക്കെ കട്ടായി. പുഷ് ചെയ്ത് പിടിച്ച് ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ ഇത് പണി കിട്ടും. കൃത്യമായിട്ടുള്ളൊരു ഇൻസ്ട്രക്ഷൻ അവർ കൊടുത്തിട്ടില്ല. വിത്ത് ദ സേഫ്റ്റി കട്ടർ പ്രൊവൈഡഡ് ഇൻ ദ എൻവലപ്പ് എന്നാണ് എഴുതിയിട്ടുള്ളൂ. കട്ട് ഹിയർ എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തപ്പോൾ ഇതിനകത്ത് കയറി കഴിഞ്ഞു. രണ്ടെണ്ണം വാങ്ങിച്ചുകൊണ്ട് ഒന്ന് സേഫായിട്ട് പൊട്ടിക്കാൻ കഴിയും. ഇത് ചിലപ്പോൾ ഞാൻ ചെയ്തതിലുള്ള മിസ്റ്റേക്ക് ആയിരിക്കാം കേട്ടോ. ഞാനത് ഡ്യൂറോഫ്ലെക്സിനെ കുറ്റം പറയല്ല. ബട്ട് ഇവിടെ ഒരു ഹാൻഡിൽ വിത്ത് കെയർ എന്ന അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസ്ട്രക്ഷനോ കൊടുത്തിരുന്നെങ്കിൽ നമ്മളിത് കൂടുതൽ ശ്രദ്ധിക്കും. ഇങ്ങനെ കയറിപ്പോകാനുള്ള സാധ്യത ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഇല്ലാത്ത പക്ഷം നമുക്ക് മണ്ടത്തരമാർക്കും പറ്റാം എന്നെ പോലെ. യെസ്, ഓപ്പണായി, ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പണായി വരിക. ഇത് ഓപ്പണായി. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് ഒരു ഇൻസ്ട്രക്ഷൻസൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഇൻസ്ട്രക്ഷൻ്റെ കൂടെ തന്നെ ചെയ്തത് എൻ്റെ മിസ്റ്റേക്കാണ്. പക്ഷേ എങ്കിലും ഒരു ചെറിയൊരു നോട്ടിഫിക്കേഷൻ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഒരു ഫ്രഗൈൽ ഹാൻഡിൽ വിത്ത് കെയർ എന്നൊക്കെ എഴുതുന്ന കണക്ക് ഒരു ചെറിയൊരു ഇൻസ്ട്രക്ഷനും കൂടെ കൊടുത്തിരുന്നുവെങ്കിൽ, അതായത് ഇത് വളരെ ശ്രദ്ധിച്ചാണ്. ഇതിനകത്ത് ഈ ഫോട്ടോ കൊടുത്തിരിക്കുന്നത് അൺകവർ കട്ട് ഓഫ് ദ പ്ലാസ്റ്റിക് കവർ വിത്ത് ദ പ്രൊവൈഡഡ് സേഫ്റ്റി കട്ടർ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന കവറിംഗ് ആണ് ഈ സേഫ്റ്റി കട്ടർ വെച്ച് കട്ട് ചെയ്യേണ്ടതെന്നാണ് നമ്മളിത് കാണുമ്പോൾ മനസ്സിലാവുന്നത്. അപ്പോൾ ശരിക്കും ഇതിൻ്റെ ഈ കംപ്ലീറ്റ് ആയിട്ട് റോൾ ചെയ്ത് പ്രസ് ചെയ്ത് പാക്ക് ചെയ്തിരിക്കുന്നത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് വളരെ പെട്ടെന്ന് തന്നെ ഓപ്പണായിട്ട് ഇനി വരികയും ചെയ്യും. അപ്പോൾ ഈ ഒരു ഇൻസ്ട്രക്ഷൻസിൽ തന്നെ ഇത് സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ കട്ടാകും എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ അതിനകത്തൊരു കോഷനും കൂടെ കൊടുത്തിരുന്നുവെങ്കിൽ, ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പറ്റിയ മണ്ടത്തരം തന്നെയാണ്, പക്ഷേ എങ്കിലും ആ ഒരു ഇൻസ്ട്രക്ഷനും കൂടെ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് കെയർഫുൾ ആവും നമ്മൾ. അതൊന്ന് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നി. എൻ്റെ കയ്യിൽ സംഭവിച്ചത് ചെറുതായിട്ടൊന്ന് കട്ടായിപ്പോയി. കുറച്ച് ഞാനിത് പിയേഴ്സ് ചെയ്തപ്പോഴത്തേക്ക് ഒത്തിരി കൂടിപ്പോയി, അങ്ങനെ അത് കട്ടായിപ്പോയി. ഇപ്പോൾ എന്തായാലും അൺബോക്സ് ചെയ്യാനായിട്ടൊരു പുതിയ ബ്ലേഡ് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് എന്ത് സാധനം ഉണ്ടെങ്കിലും ഇതുപോലെ സേഫായിട്ട് അൺബോക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണിത്. അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു അൺബോക്സിങ്, ഇതുപോലുള്ളൊരു മണ്ടത്തരമില്ലാത്തൊരു അൺബോക്സിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം, അല്ലെങ്കിൽ ഒരു ബ്ലിസ്ഫുൾ സ്റ്റോറി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. Thank you for watching.